സച്ചു, ഹലോ. എങ്ങനെയുണ്ടായിരുന്നു മത്സരമൊക്കെ? മത്സരം നന്നായിട്ട് ചെയ്യാൻ പറ്റി. മൂന്നെണ്ണവും ചെയ്തു, നമ്മൾ മൂന്നും കഴിഞ്ഞു. ഇല്ല, നാളെ കേരള നടനം. നാളെ കേരള നടനം. അപ്പൊ ഏതൊക്കെയാ കഴിഞ്ഞേ? കുച്ചിപ്പുടി കഴിഞ്ഞു, ഭരതനാട്യം ഇന്നലെ ഭരതനാട്യം കഴിഞ്ഞു. ഭരതനാട്യം എ ഗ്രേഡ് ഉണ്ട്. എ ഗ്രേഡ് ഉണ്ട്. ശരി, അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ്? ടൈറ്റ് ആയിരുന്നോ? നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു. പക്ഷെ നമ്മൾ അങ്ങനെ പാർട്ടിസിപ്പൻസ് തമ്മിൽ നമ്മളെല്ലാവരും നല്ല ജോളിയായിട്ട് സ്റ്റേജിലാണെങ്കിൽ. സച്ചുവിന്റെ ഫസ്റ്റ് കലോത്സവമാണോ അതോ? അല്ല, ഞാനിപ്പോ 3ാമത്തെ വർഷം. അപ്പൊ കോഴിക്കോടും കൊല്ലത്ത് നമ്മൾ ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ഇവിടെയും ഇപ്പൊ നമുക്ക് വേണ്ടി ഇപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എന്ത് പെർഫോമൻസാ? ഞാനിപ്പം ഭരതനാട്യമാണ് ചെയ്യുന്നത്. ഭരതനാട്യം. അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ നമ്മൾ നേരെ സച്ചുമോന്റെ പെർഫോമൻസ് കാണാം. അതിനുശേഷം വിശേഷങ്ങളിലേക്ക് വരാം. జను తత్తే జం తరిత జగ తరితే జన తరిత కుకుం తరితే జం తరిత జగ తరిత జన తరిత కుకుం తరిత కిట తకత జను జను తత జను దిమిత తద్దిం కిన్నత్తం తద్దిం కిన్నత్తం తద్దిం కిన్నత్తం తజను జను తత జను దిమిత తద్దిం కిన్నత్తం తద్దిం కిన్నత్తం తద్దిం కిన్నత్తం తజను జను తత జను దిమిత తద్దిం కిన్నత్తం తద్దిం కిన్నత్తం తద్దిం కిడతక దర్గడదం ഓക്കെ. അപ്പോൾ സച്ചുവിൻ്റെ പെർഫോമൻസ് നമ്മൾ കണ്ടു. സച്ചു അടിപൊളിയായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. പക്ഷേ സച്ചുമോൻ സ്റ്റാർ ആണെങ്കിൽ സച്ചുമോനെ ഇത്രയും മെഗാ സ്റ്റാർ ആക്കിയ ഒരാളുണ്ട്, വിളിക്കണ്ടേ? ആരാ? അമ്മ. വരൂ അമ്മേ. അപ്പോൾ അമ്മയും മകനും ഇവിടെ എത്തിയ സ്ഥിതിക്ക് പാപ്പനെ വിളിച്ച് നിൽക്കുക, വരൂ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത കടമ്പ. യെസ്, നമ്മുടെ ബെസ്റ്റ് പെർഫോമർ ഈ പുരസ്കാരത്തിന് ഏറ്റവും അർഹനായ ആൾ ആരാണ്? സച്ചു അല്ല, മാറിപ്പോയി സച്ചുവിന്റെ അമ്മ. ഓക്കെ, അപ്പോ ആർകെ വെഡിംഗ് ഹാൾ നൽകുന്ന ന്യൂസ് മലയാളം കലകലാരവത്തിന്റെ സ്റ്റാർ പെർഫോമർ ഓഫ് ദി ഡേ സച്ചുവിന്റെ അമ്മയുമാണ്. അപ്പൊ നമുക്ക് പുരസ്കാരം കൊടുക്കാൻ ക്ഷണിക്കാം. അപ്പൊ പുരസ്കാരം കൊടുക്കാനായി ആർകെ വെഡിംഗ് ഹാൾ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് രതീഷ് അണ്ണനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുവാണ്. ആർകെ വെഡിംഗ് ഹാൾ നൽകുന്ന 10,000 രൂപയുടെ പുരസ്കാരമാണ് അമ്മയ്ക്കും മകനും ന്യൂസ് മലയാളം ആർകെ വെഡിംഗ് ഹാളിന്റെ സഹകരണത്തോടെ നൽകുന്നത്. ഒപ്പം തന്നെ മിൽമ നൽകുന്ന ഒരു സ്നേഹോപകാരം കൂടിയുണ്ട്. ഗിഫ്റ്റ് വാഷ്.
ഓക്കെ സച്ചു ഹാപ്പി അല്ലേ? ഓക്കെ, എനിക്ക് ഇനി സംസാരിക്കേണ്ട അമ്മയുടെ അടുത്താ. അമ്മേ, അമ്മ ഇങ്ങനെ സച്ചുവിന് സപ്പോർട്ടായിട്ടില്ലെങ്കിൽ സച്ചു ഇവിടെ വരില്ല. അതെ. എങ്ങനെ ഉണ്ടായിരുന്നു മോൻ്റെ പെർഫോമൻസ് ഒക്കെ? മോൻ അവൻ്റെ മാക്സിമം അവൻ നന്നായിട്ട് ചെയ്തു. ഇന്നലെ ഭരതനാട്യം എ ഗ്രേഡ് ഉണ്ട്. കുച്ചിപ്പുടിയാണ് ആദ്യ ദിവസം നടന്നത്. നാളെ കേരള നടനത്തിൻ്റെ പ്രാക്ടീസൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. നന്നായിട്ട് തന്നെ അവൻ ചെയ്യുന്നുണ്ട് സ്റ്റേജിൽ. അവൻ്റെ അമ്മയ്ക്ക് സന്തോഷമായോ മകനെ കണ്ടപ്പോൾ? സന്തോഷമായി. നമ്മുടെ പ്രയത്നം ഒന്നും മോശമായില്ല. ഇല്ല. അങ്ങനെ സച്ചുമോന്റെ അമ്മയാണ് സച്ചുമോനെ ഇത്രയും നന്നായിട്ട് കഷ്ടപ്പെട്ട് ഇവിടേക്ക് എത്തിച്ചത് അല്ലേ? അപ്പോ എങ്ങനെയാ വന്നത്? ട്രെയിനിൽ വന്നു. അപ്പൊ നമ്മൾക്ക് നാളെയും കൂടി കണ്ടു പോവുള്ളൂ. ട്രിവാൻഡ്രം ഒക്കെ ഇഷ്ടപ്പെട്ടു. ഇപ്പോ ന്യൂസ് മലയാളത്തിന്റെ സമ്മാനം കിട്ടിയപ്പോ സന്തോഷമായി. ഓക്കെ, അപ്പൊ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി. അപ്പോൾ അമ്മയും മകനുമാണ് ഇന്നത്തെ നമ്മുടെ സ്റ്റാർ പെർഫോമർ ഓഫ് ദി ഡേ. അപ്പോൾ ആർക്കെ വെഡിങ് വാളിനുള്ള നന്ദിയും ഞങ്ങൾ ഈ ഘട്ടത്തിൽ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. സച്ചു ഹാപ്പി അല്ലേ? ഓക്കെ, ശരി. അപ്പോൾ ഒത്തിരി സന്തോഷം. നമ്മുടെ സുരേഷ് ഏട്ടൻ മേക്കപ്പ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. സുരേഷ് ഏട്ടൻ ഇവിടെ ഉണ്ടോ? സുരേഷ് ഏട്ടനെ കാണുന്നു. സുരേഷ് ഏട്ടാ പറയൂ. സുരേഷ് ഏട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു സച്ചുവിന്റെ പെർഫോമൻസ് ഒക്കെ? നന്നായിരുന്നു. നല്ല പ്രോഗ്രാം. ഓക്കെ, ശരി. അപ്പോൾ സുരേഷ് ഏട്ടനും അമ്മയ്ക്കും സച്ചുമോനും ഒത്തിരി സന്തോഷം. താങ്ക് യു. അതുപോലെ തന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണല്ലോ ഇവിടം വരെ എത്തിയത്. അപ്പം ഡാൻസ് മാഷിൻ്റെ വലിയൊരു സപ്പോർട്ടുണ്ട്. സതീഷ് നീലേശ്വരാണ് ഡാൻസ് പഠിപ്പിക്കുന്നത്. 3 ഐറ്റം മാഷ് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഡാൻസ് സ്കൂളിൻ്റെ ഗീതാഞ്ജലി കലാക്ഷേത്രത്തെ ഡയറക്ടർ രാജമാഷാണെങ്കിലും ഒരു ഫീസ് പോലും നമ്മളോട് മേടിക്കാണ്ടാണ് നമ്മൾ ക്ലാസ്സിൽ പോകുമ്പോൾ ഒരു ഫീസ് അങ്ങനെ മേടിക്കാറില്ല. അപ്പം ഒരുപാട് സ്കൂളിൻ്റെയും അതുപോലെ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെയും ഒരുപാട് പേരുടെ സഹായം കൊണ്ടാണ് ഇവിടം വരെ എത്തിയത്. അപ്പം എല്ലാവർക്കും നന്ദി പറയുന്നു. ഒരുപാട് പേരുടെ സന്തോഷം, ഒരുപാട് പേരുടെ സപ്പോർട്ടും കൊണ്ടാണ് സച്ചുമോൻ ഇവിടെ എത്തിയത് അല്ലേ? അമ്മയ്ക്ക് എന്തെങ്കിലും പറയണ്ടോ? പാട്ട് പാടാം. ഓക്കെ, പാടാം. പാലോ നല്ല നടപ്പാലം, അപ്പൻ്റെ കയ്യും പിടിച്ച് നടക്കണ കാലം, ആയോരു പാലത്തിൻ്റെ തൂണേൽ നിന്നും പൊന്നു എന്നൊരു വിളിയും കേട്ട്, പൊന്നു എന്നൊരു വിളിയും കേട്ട്, എന്താണപ്പാ ഒരു വിളിയും കേട്ട്, എൻ്റെ അമ്മ വിളിക്കണൊരൊച്ച പോലെ, എൻ്റെ അമ്മ മണ്ണോടു മണ്ണായെന്ന് അപ്പൻ തന്നല്ലേ പറയാറുള്ളു, അപ്പൻ തന്നല്ലേ പറയാറുള്ളു. അടിപൊളി. അപ്പം സച്ചുമോന്റെ കഴിവ് എങ്ങനെ വന്ന കലാ പാരമ്പര്യം ഉള്ളതാണെന്ന് മനസ്സിലായി. അമ്മ അടിപൊളിയായിട്ട് പാടുന്നു, മകൻ അതിലും ഗംഭീരമായിട്ട് ഡാൻസ് ചെയ്യുന്നു. അപ്പം ഇങ്ങനെ തന്നെ പോവട്ടെ. ഒത്തിരി പേരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ ഇനിയും ഉണ്ടാവട്ടെ. ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ കഴിയട്ടെ. നമുക്കിനി അടുത്ത കലോത്സവ വേദിയിൽ ഒന്നിച്ച് കാണാൻ പറ്റട്ടെ. ഓക്കെ സച്ചു, അമ്മ ഒത്തിരി സന്തോഷം കേട്ടോ. ശരി.